ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. എല്ലാവിധത്തിലും വെറൈറ്റി ആയിട്ടുള്ളൊരു പൂരിയാണ് ഇന്ന് ചെയ്യുന്നത്. മുക്കൂട്ട് പൂരി. 1 കപ്പ് ചെറുപരിപ്പ് 2-3 തവണ കഴുകി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പരിപ്പ് നൈസായിട്ട് അരച്ചെടുക്കുമ്പോൾ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്, 5 പച്ചമുളക്, 1 ഇഞ്ച് പീസ് ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, പെരുംജീരകം 1 ടീസ്പൂൺ, നല്ല ജീരകം 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, വെള്ളം 1/2 കപ്പ്. ഇത് നൈസായിട്ട് അരച്ചെടുത്ത് വരാം. ഇനി ബാറ്ററിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ വീതം, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കസൂരി മേത്തി 1 ടീസ്പൂൺ. നന്നായിട്ട് ഞെരടി ഇട്ട് കൊടുക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. റവ 3 ടേബിൾ സ്പൂൺ. ഞാൻ ഇതിൽ 3 കപ്പ് ആട്ട ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ സൂചി ചേർത്തത്. അരച്ചെടുത്ത ചെറുപരിപ്പ് മിക്സിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് മല്ലിയില. മല്ലിയില ഒരു 2 ടേബിൾ സ്പൂൺ വേണം, എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായുള്ളൂ. പിന്നെ കറിവേപ്പില ഒരു 2 തണ്ട് അരിഞ്ഞിട്ട് ചേർക്കുക. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റ് മാറ്റി വെക്കുക. ചില്ലി ഫ്ലേക്സും വീട്ടിൽ തന്നെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അരക്കുമ്പോൾ വെള്ളം കൂടിപ്പോകരുത്. പിന്നെ അതിനനുസരിച്ച് ആട്ടയിട്ട് നമ്മൾ കുഴച്ച് കട്ടിയാക്കി കൊണ്ടുവരേണ്ടി വരും. ഞാൻ 3 കപ്പ് ആട്ടയാണ് ചേർക്കുന്നത്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കുറച്ചായിട്ട് ഇട്ടിട്ട് കുഴച്ച് ചപ്പാത്തിലെ മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ നന്നായിട്ട് ഇടിച്ച് കുഴച്ച് പൂരിയുടെ മാവിൻ്റെ പാകത്തിലാക്കി എടുത്തു. ഇനി ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി വെക്കുക. എന്നിട്ട് പരത്തിയിട്ട് പൂരി ചുട്ടെടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂരിയാണിത്. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം അടങ്ങിയിട്ടുള്ള വളരെ രുചികരമായ പൂരി. മുക്കൂട്ട് പൂരി എന്ന് പറയാൻ കാരണം ചെറുപയർ പരിപ്പ്, റവ, ആട്ട, ഇത് 3 പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ബാക്കി കുറേ മസാലകളും. ഇതിനൊപ്പം പൊട്ടറ്റോ ബാജി അല്ലെങ്കിൽ മിക്സഡ് വെജിറ്റബിൾ കൊണ്ട് കുറുമ, അല്ലെങ്കിൽ വെള്ളച്ചമ്മന്തി, വെള്ള ചട്നി, തേങ്ങയും തൈരും പച്ചമുളകുമായിട്ട് നല്ല കോമ്പിനേഷനായിരിക്കും ഇതെല്ലാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.